ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു 3 വർഷമെങ്കിലും ആയിട്ടുണ്ട് ഞങ്ങൾക്ക് പുകയടിക്കാത്ത വിറകടുപ്പ് ഉണ്ടാക്കിയിട്ടേ. അപ്പോൾ ജാലിക്ക് ഉണക്കാൻ പലതും ഉണക്കിയെടുക്കാമെന്ന് എഴുതിയിട്ട് തന്നെയായിരുന്നു അത് ചെയ്തത്. അത് പിന്നെ വേറൊരിടത്ത് ഞങ്ങൾക്ക് പുകപ്പര പണിതപ്പോൾ ഞങ്ങൾ പിന്നെ അത് ഉപയോഗിച്ചില്ല. ഇന്ന് എനിക്ക് തോന്നി എന്തുമാത്രം വിറക് ഇങ്ങനെ വീണ് കിടക്കുന്ന തേക്കിൻ്റെയൊക്കെ ഒടിഞ്ഞ് വലിയ 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 കൊമ്പുകൾ. അപ്പോൾ പലരോടും കൊണ്ടുപോക്കണം പറഞ്ഞു. അവിടെയൊക്കെ വിറകിന് ആവശ്യം അധികം ഇല്ലാത്തവരാണ്. അപ്പോൾ അതുകൊണ്ട് ആരും എടുത്തിട്ട് അവിടെ ദ്രവിച്ച് കിടക്കുകയാണ്. എന്നാൽ ആ അടുപ്പിലൊന്ന് തീ പൂട്ടാം എന്ന് കരുതിയുള്ള ഒരുക്കത്തിലാണ്. അപ്പം ഞാൻ അവിടെ ഇത്രയും നാളൊന്നും അവിടെ എത്തി നോക്കാതെ നടണം. അവിടെ നിന്ന് വൃത്തിയാക്കി എല്ലാം സെറ്റപ്പാക്കിയാണ് ഞാനിങ്ങനെ പോന്നേക്കണത്. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. തീ പൂട്ടി വെള്ളം അടപ്പത്ത് വെച്ച് ഇത്തിരി ചായ എടുക്കണം. പിന്നെ ഇച്ചിരി അരി അടപ്പത്തിടണം. അപ്പോൾ അതെല്ലാം എൻ്റെ കൂട്ടുകാർക്ക് നേരെ അങ്ങ് കാട്ടിത്തരാം. കാരണം ഇത് വലിയൊരു സംഭവമല്ലേ അടുപ്പ് കൂട്ടുന്നത്. അപ്പോൾ അത് കാണിച്ചു തരാം. നമുക്ക് അങ്ങോട്ട് പോകാം. 3 വർഷത്തിന് മേലെയായി ഈ അടുപ്പ് ഇവിടെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇത് കത്തുവോ ഇല്ലേ എന്നുള്ളത് അറിയാൻ വേണ്ടി മാത്രം ഒന്ന് കത്തിച്ചു നോക്കി എന്നുള്ളതല്ലാതെ ഇതിനകത്തൊന്നും പാകപ്പെടുത്തിയിട്ടില്ല. ഇവിടെ താഴെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ജാതിക്ക അങ്ങനെയുള്ളതൊക്കെ പുകയ്ക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇത് അന്നത് ചെയ്തത്. പക്ഷെ അവിടെ ഇപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഇവിടെ ഒന്നങ്ങോട്ട് തീ പൂട്ടി ശീലമാകുക നോക്കാം എന്നുള്ളത്. അപ്പം ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒന്ന് ക്ലീൻ ആക്കട്ടെ. ഒരുമാതിരിയൊക്കെ ഞാൻ ക്ലീനാക്കി വെള്ളമൊക്കെ കുറച്ച് കൊണ്ടുവന്ന് വെച്ചു. കലമൊക്കെ എടുത്ത് വയ്ക്കാനുള്ള പൂറിയും സെറ്റപ്പാക്കി. ഇനി അടുത്ത പണി നമുക്ക് തീ പൂട്ടണ്ടേ. വെള്ളം പകർത്തി വെച്ചു. ഒരു ഗ്ലാസ് അരിയും എടുത്തു വെച്ചിട്ടുണ്ട്. ചായപ്പൊടി പഞ്ചസാരയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ആശീർവാദത്തോടെ കൂടി ഞാൻ തീ പൂട്ടാൻ പാട്ടോ. ആദ്യമായിട്ട് കത്തിച്ചത് കെട്ടുപോയിപ്പോൾ എൻ്റെ മുഖത്തെ ചമ്മൽ കണ്ടോ എല്ലാവരും? ആദ്യമായിട്ടേ കത്തിച്ച് പൊക്കി നിങ്ങൾ കാണിച്ചു തന്നു കഴിഞ്ഞപ്പോൾ കെട്ടുപോയി. എന്താണെന്ന് അറിയില്ല, നോക്കാം. കത്തുന്നുണ്ട് കേട്ടോ. ഞാൻ സാധാരണ കത്ത് പിടിക്കണതല്ല. വേറെ കത്ത് പിടിച്ചാൽ അങ്കിൾ കത്തിച്ചു തരണം. ഞാൻ എങ്ങനെയൊക്കെ നോക്കിയാലും കത്ത് പിടിക്കില്ല. കുറച്ച് നേരത്തെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് തീ കത്ത് പിടിച്ച് കിട്ടിയത്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും. ആദ്യം കെട്ടു, പിന്നെ വീണ്ടും കത്തിച്ചു, വീണ്ടും അതിൽ നിന്ന് തന്നെ കത്തിച്ചെടുക്കണമെന്ന് എനിക്കൊരു വാശിയായിരുന്നു. അതുപോലെ ആയിരിക്കണം ജീവിതം. നമ്മൾ തോൽക്കരുത് എന്നർത്ഥം. വീണ്ടും വീണ്ടും തുടങ്ങണം. അപ്പം വെള്ളം അടുപ്പത്ത് വെക്കട്ടെ കേട്ടോ. ഇതൊന്നും കാണുന്നില്ല.
ഞാൻ അരി കഴുകുകയാണ്. അങ്കിള് അവിടെ അകത്ത് കയറിയിരുന്ന് എന്നെ കാണാത്തത് കൊണ്ട് അവിടെ കിടന്ന് ബർബറൂന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. വീഡിയോ ഇതെന്താ കുഴപ്പം? സുന്ദരമായിട്ട് കറി വയ്ക്കാം. അടുപ്പ് കൂട്ടി കഞ്ഞി വയ്ക്കാം. മംഗളത്തിൽ കഞ്ഞി വെച്ചാൽ പ്രത്യേക രുചിയാണ്. എന്ത് കൂട്ടും അതും വിറകടുപ്പിൽ വെക്കണം. ഞാനല്ലേ തീ കത്തിച്ച പിടിക്കില്ലല്ലോ. നാളെ ഇത് കത്തിച്ചിട്ട് ചിരട്ടി വെച്ചു കൊടുത്തേടെ എന്നിട്ടാ സംഗതി. ഒരു ഗ്ലാസ് അരി എടുക്കും, തിരിച്ചായ എടുത്ത് കുടിക്കണം. ചായ വേണോ? ഒരു ഉരുളയും കൊണ്ടുവരെ. വെള്ളം ചൂടായി കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ തന്നെ ഇത്തിരി ചായ എടുക്കട്ടെ. പഞ്ചസാര, അണ്ടിച്ചേമ്പ് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഒന്നുകൂടി തിളയ്ക്കാനുണ്ട്. അപ്പോഴേ ഞാനിങ്ങനെ വിറകൊക്കെ വെച്ച് കഴിക്കാൻ കണ്ടപ്പോ അങ്കിള് എനിക്ക് ഇവിടെ എന്താ പറയണത്, ഡെസ്ക് ഒക്കെ കൊണ്ടുവന്നിട്ട് തരാം അരിയാനും പിടിക്കാനും ഒക്കെ. കാരണം ഇത് ഞങ്ങളൊരു 6 ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഞങ്ങള് വർഷങ്ങൾ വെച്ചാൽ ഒരു 10-30 വർഷത്തോളം ആയിട്ടുണ്ടാകും. ഇവിടെ ഞങ്ങളുടെ ഇവിടെ ഈ കുരിശിലേക്ക് പ്രദർശനം വരുമ്പോൾ വെയിലൊക്കെയാണ് വരാറ്. അപ്പൊ ഞങ്ങൾ ദാഹജലം കൊടുക്കല് പതിവുണ്ട്. അപ്പോൾ ഈ 2 സൈഡിലും ഞങ്ങൾ ഇതുപോലെ ഡെസ്ക് ഇട്ടിട്ടാണ് പ്രദർശനം വളഞ്ഞു പോകുമ്പോൾ ഇവിടെ നിന്ന് കഴിച്ച് 2 നേരക്കാരും കഴിച്ചു പോകുന്നത്. ഈ ജനുവരിയിൽ ഒരുപാട് കല്യാണങ്ങളും എൻഗേജ്മെന്റും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഈ സംഭവം നമ്മൾ തേടി ചെന്ന സമയത്ത് എത്ര ദിവസം മുമ്പ് ചോദിച്ചാലും ശരി, ഈ 4 അല്ലേ ആവശ്യമുള്ളൂ. ജനുവരി മാസത്തിൽ ഇത് അങ്ങനെ അന്വേഷിച്ചാലും കിട്ടാറില്ല. അപ്പം ഞങ്ങൾ അത് ഉണ്ടാക്കാമെന്ന് തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 4 അതങ്ങനെ ഇങ്ങോട്ട് ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു 6 ഞങ്ങൾ ഉണ്ടാക്കി. അപ്പം ഈ കഴിഞ്ഞ പ്രാവശ്യം പ്രദക്ഷിണം വന്നപ്പോൾ ഞങ്ങൾക്ക് അത് കാരണം തേടി പോകേണ്ടി വന്നില്ല. വെള്ളം കൊടുക്കാനായിട്ട് വളരെ സഹായിച്ചു. ഇത് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കാര്യമാണ്. വേവിച്ചത് ഇറക്കി വയ്ക്കാൻ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ സൗകര്യമൊക്കെ ഉണ്ട്. എന്നാലും എന്തെങ്കിലുമൊക്കെ അരിയെ പിടിക്കുകയൊക്കെ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. പിന്നെ ഞാൻ ഇരിക്കുന്നിടത്ത് ഒരു പൈപ്പ് പിറകിൽ ഉണ്ടായതാണ്. അപ്പൊ അതിന് പൊട്ട് വീണപ്പോ അവിടെ ബ്ലോക്ക് ചെയ്തു. അവിടെ ഇരുന്നിട്ട് കാലും മുറുക്കുണ്ട്. അപ്പൊ ആ ഭാഗത്ത് ബ്ലോക്ക് ചെയ്തു. അപ്പൊ പിന്നെ വെള്ളം ഇങ്ങോട്ട് വരവ് പറ്റില്ലല്ലോ. അപ്പൊ ഇനിയിപ്പോ അവിടെ നിന്ന് ഒരു ഓസ് ഇട്ടായാലും എനിക്ക് വെള്ളം എടുക്കാം. മടിയെ മാറ്റിയെടുക്കാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ ശരിയാക്കാൻ പോണം. എന്തായിട്ടാ നമുക്കുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ ഇറങ്ങിന്ന് വെച്ചാ ഒരു നട ഇറങ്ങി കയറേണ്ടതുള്ളൂ, എപ്പോഴും വേണ്ടല്ലോ. ഇത് ശീലമായാലും നമുക്ക് ഏതും അങ്ങോട്ട് മുന്നോട്ട് പോക്കോളും. കാണിച്ചു തരാവേ. നല്ല സൗകര്യമായ സ്ഥലം. എനിക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ കയറ്റിയൊക്കെ എളുപ്പമില്ലേ. നമ്മൾ ഈ ഗ്യാസില് കുക്കറില് ഒക്കെ പാകപ്പെടുത്തുന്നതിലും വളരെ ടേസ്റ്റാണ് നമ്മൾ ഈ ചിരട്ടയൊക്കെ വെച്ച് കത്തിച്ച് തിളയ്ക്കുന്നത് വരെ അത് ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ കനലിൽ കിടന്നത് വെന്ത് കഴിയുമ്പോൾ എന്ത് കൂട്ടും. പ്രത്യേകിച്ച് എനിക്ക് രുചി കൂടുതൽ തോന്നിയത്
ഇറച്ചി. അത് ഒരു പ്രത്യേക രുചിയാണ്. ഉപ്പി പറ്റിച്ച് തിന്നാൻ നമുക്ക്. കുക്കറിലിട്ട് വെക്കണത് എനിക്ക് ഇഷ്ടമല്ല. ഒരു പിശാന്ന് തോന്നും, ചവചവാന്ന്. അതിൻ്റെ ടേസ്റ്റ്, ഇറച്ചിയുടെ ടേസ്റ്റേ മാറിപ്പോവുകയാണ്. അത് ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ എത്ര ടേസ്റ്റ് ഉണ്ടെന്ന് പറയാമോ? വെള്ളം തിളച്ചു. ഇനി ചായ ഇത്തിരി എടുത്തിട്ട് അരി ഇടാൻ പാടും. ആ കപ്പുണ്ട്. ചായ എടുത്ത് കുടിക്കാൻ അങ്കിള് വരാമോ വിളിച്ചു ചോദിച്ചതാ. കഞ്ഞി വേവായി, ഞാനത് ഇറക്കി വെച്ചു. ചേമ്പടപ്പത്തിടാൻ വേണം. ചേമ്പ് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ വേണം. വേവട്ടെ. ഉപ്പിടുന്നുണ്ട്. ഉപ്പ് നമ്മുടെ വലതുവശത്ത് അടുപ്പിൻ്റെ അവിടെ വെക്കണമെന്നാണ്. അതാണ് ഐശ്വര്യം. കൂടി ചായയോ? തരാം. ഇളക്ക്. നല്ല ചൂടാ. മഴ പെയ്യുന്നുണ്ട്. ഒട്ടുമിക്ക ദിവസങ്ങളിലും മഴ കിട്ടുന്നുണ്ട്. പക്ഷെ ചൂട് അല്ല, ചായയാണ്. അങ്ങളിവിടെ സ്ഥാനം പിടിച്ചോ? അങ്ങളിനി ഇവിടെ ഇരിക്കണുള്ളൂ അത്രേ. അവിടുത്തെ സുഖം എവിടെയാ? അത് 2 ദിവസത്തേക്ക് ഉണ്ടാവും. നമ്മുടെ ചേമ്പ് വേവായി. ഞാനത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വച്ചേക്കാണ്. ഉള്ളിയും മുളകും വെളിച്ചെണ്ണയിൽ മൂപ്പിക്കുകയാണ്. ഇത് മൂത്ത് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഇതിട്ട് ഇളക്കി എടുക്കാം. ചേമ്പ് മെഴുക്ക് വരട്ടി. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, മുളക് പൊടി ഇട്ടിട്ടുണ്ട്. വെച്ച ചേമ്പ് ഉള്ളിയൊക്കെ വഴന്നു വന്നപ്പോൾ ഞാനിട്ട് ഇളക്കി വെച്ചേക്കാണ്. ഇനി അത് അവിടെ നിന്ന് മാറ്റാം.